നല്ല ഒന്നാം തരം അമ്പലം അല്ലേ? എത്ര വലിയ കുളമാണ്. നീന്തി മതിയായിട്ടേ ഇല്ല. അതെ അതെ. നീ ആ സ്വാമിയുടെ ഇരുത്താൻ കണ്ടോടാ, നല്ല ഉറക്കത്തിലാന്നാ തോന്നേ. ഒന്ന് പതുക്കെ പറയടാ, അദ്ദേഹം കേൾക്കും. ധ്യാനത്തിലിരിക്കുന്ന അതേ കുറിച്ച് ഇങ്ങനെയൊന്നും പറയല്ലേ. ഇവന്റെ ഒരു പേടി. എന്താ അവിടെ ഒന്ന് നോക്ക്, ഇത് കൊള്ളാലോ. ശരിയാണല്ലോ, നല്ല ഭംഗിയുണ്ട്. പക്ഷെ പൂജ ഒന്നും വേണം തോന്നുന്നത്. അല്ല, ഒന്നാം തരം പണിയല്ലേ? ഹേയ്, അവിടെ അധികം കളി വേണ്ട കേട്ടോ. ഹേയ് ഇല്ല സ്വാമി, ഞങ്ങളിത് വെറുതെ കാണുകയാണ്. ഞങ്ങളിത് പൊട്ടിക്കൊന്നുമില്ല സ്വാമി. നീ കണ്ടെടുത്ത് വീട്ടിൽ കൊണ്ടായാലോ എന്ന് ആലോചിക്കുമായിരുന്നു, അത്രേ ഉള്ളൂ. സ്വാമി, ഇവന്റെ വിവരക്കേര് ക്ഷമിക്കണേ. നല്ല ഭംഗിയുള്ള പ്രതിമ കണ്ട് നിന്നു പോയതാണ്. ഞങ്ങൾ ഇതെടുത്തോണ്ട് പോവൊന്നുമില്ല. എന്താ സ്വാമി ഒരു വല്ലാത്ത ചിരി? എന്താ സ്വാമി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ അതോ, നിങ്ങളത് എടുത്തോണ്ട് പോവൊന്നും വേണ്ട. നീ കൂടെ വരുവാന്ന് സ്നേഹമായിട്ടൊന്ന് ചോദിച്ചു നോക്ക്, അപ്പൊ അവള് കൂടെ പോരും. ഞാൻ പറഞ്ഞില്ലേ സ്വാമി ഉറപ്പിച്ചില്ലാന്ന്. പ്രതിമ വിളിച്ചപ്പോ കൂടെ വരുമെന്ന്. ഭയങ്കരമാണല്ലോ. പ്രതിമയല്ല പിന്നെ അതിനകത്തുള്ളവള്. സ്വാമി മനസ്സിലായില്ലല്ലോ, ഇത് അകത്തുള്ളവളോ? എന്തോ ഉദ്ദേശിച്ചേ? ഒന്നുകൂടി നമുക്ക്. അതൊരു പൂർണ്ണ കലാരൂപമല്ലേ. അതിന്റെ സൗന്ദര്യം കണ്ട് ഒരു യക്ഷി അതിനകത്ത് താമസാക്കിയിട്ടുണ്ട്. ആരെങ്കിലും സ്നേഹത്തോടെ വിളിച്ചാൽ അവള് കൂടെ വരുമെന്നാണ് വിശ്വാസം. ഓഹോ, ഭയങ്കര ഭാവനയാണല്ലോ. കുറച്ചു നേരം കൂടെ ഓർമ്മ സ്വാമി, അപ്പൊ എല്ലാം ശരിയാവും. ഇല്ലെങ്കിൽ നീ ഒന്ന് വിളിച്ചോ. അഥവാ പെമ്പറന്നോത്തി നിന്റെ പറയാ വന്നാലോ? നീ ആണെങ്കിൽ ഒരു തുമ്പരക്കോട്ട് പരമാണല്ലോ. നീ ഒന്ന് വായടക്കാമോ? സ്ത്രീകളെ കുറിച്ച് ഒരു ചിത്രമോ പ്രതിമയോ മാത്രമായാലും ബഹുമാനത്തോടെ സംസാരിക്കാവൂ. കുറഞ്ഞ പക്ഷം ഇതുണ്ടാക്കിയ കലാകാരനെങ്കിലും ബഹുമാനിക്കണ്ടേ? അല്ല, നീ എന്തിനാ എന്റെ തലയിൽ കയറുന്നത്? അതുണ്ടാക്കിയ ആൾ ഇവിടെ എങ്ങും ഇല്ലാതെ കേൾക്കാൻ. നിനക്കെന്താ ഈ പെണ്ണുങ്ങൾ ഇത്ര പേടി? അതും ഒരു പ്രതിമേനെ. എനിക്കെന്തിനാ പേടി? ഞാൻ പറഞ്ഞത് പേടിയെ കുറിച്ചല്ല, ബഹുമാനത്തെ കുറിച്ചാണ്. അതെന്താ നിനക്ക് മനസ്സിലാവാത്തത്? ഓ, അവന്റെ ഒരു ബഹുമാനം. അത് പോടാ. അത്ര വീരനാണെങ്കിലേ നീ ആ സ്വാമി പറഞ്ഞ പോലെ ആ പ്രതിമയോടൊന്ന് കൂടെ വരുമോ എന്ന് ചോദിക്കും. എന്താ ഞാൻ സമ്മതം? അല്ല, എന്ത് പറയാനാ നീ പറയുന്നത്? നീ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, കാണട്ടെ നിന്റെ ധൈര്യം. ഓ ശരി. അല്ലയോ സുന്ദരി, നിങ്ങളെ കാണാൻ എന്തൊരു ഭംഗിയാണ്. കണ്ടിട്ട് മതിയാവുന്നേയില്ല. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. എന്റെ ആഗ്രഹം. എന്താടാ ഒരു താമസം? നിന്റെ മുട്ട വയ്ക്കണുണ്ടോ? ചോദി. എന്റെ ആഗ്രഹം, നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളോടൊപ്പം മാത്രം ജീവിക്കും. പിന്നെ വായാരിയും കുസൃതയായ എന്റെ കൂട്ടുകാരനോട് ക്ഷമിക്കുക. വേറെന്താ ഞാൻ പറയാ? എനിക്ക് വയ്യ. ഇവനെപ്പോഴും മണ്ണൻ. പ്രതിമയോട് പോയി സംസാരിക്കണു. പറഞ്ഞതിന് മുമ്പ് ചാടിക്കറി ചോദിക്കുകയും ചെയ്തു. എന്താണ്? അതെ, വിളിച്ച യക്ഷി കൂടെ വരിക മാത്രമല്ല, മിക്കവാറും അവൾ അത്താഴം വിളിച്ച ആളായിരിക്കും. അതാണ് വിശ്വാസം. ഞാൻ പറഞ്ഞതാണ് അവിടെ ഒരുപാട് കളി വേണ്ടെന്ന്. എന്റെ കളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ.
അതെ അതെ, എനിക്ക് പേടിക്കുന്നതായിട്ട് വയ്യ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ അങ്ങേര് വേണോ കേട്ട് പേടിക്കാൻ? അല്ല ഇനി അവളെങ്ങാനും രാത്രി നിന്റെ രക്തം കുടിക്കാൻ വന്നാ നീ എന്താ ചെയ്യാ? ഓഹോ, നീ ആരാ? നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതെങ്ങനെ എന്റെ മുറിയിലെത്തിയത്? എന്നെ മനസ്സിലായില്ലെന്നോ? ക്ഷണിച്ചിട്ട് വന്നപ്പോ അറിയില്ലെന്നോ പറയുന്നോ? അത് മര്യാദയല്ലേ? ഞാൻ നിന്നെ ക്ഷണിച്ചെന്നോ? അതെ, അമ്പലത്തിന്റെ മുമ്പിന്ന് ആ സ്വാമി ഇരിക്കുന്ന ആൽത്തറയുടെ അടുത്തുനിന്ന്. അവിടുന്ന് ഞാൻ നിന്നെ വിളിച്ചെന്നോ? അവിടെ ശങ്കരനും ഞാനും പിന്നെ ആ സ്വാമിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൊള്ളാലോ. എന്റെ മുമ്പിൽ വന്ന് സുന്ദരി എനക്കിഷ്ടമുള്ള ആളോടൊപ്പം ഇരിക്കൂ, എനിക്ക് കണ്ടിട്ട് മതിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനൊക്കെ പറഞ്ഞാൽ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റൂ? ഓ അതോ, അതാ ശങ്കരന്റെ ഓരോ തമാശകളല്ലായിരുന്നു. അത് ശരി. അപ്പൊ ഞാൻ വന്നു ഇഷ്ടപ്പെട്ടില്ലെന്നാണോ പറയണേ? അന്ന് എന്നോട് സംസാരിച്ച രീതി അതാണ് അങ്ങയുടെ ഹൃദയത്തിനോട് എന്നെ അടുപ്പിച്ചത്. എന്ത് എന്റെ ഹൃദയത്തിനോടോ? അപ്പൊ സ്വാമി പറഞ്ഞതുപോലെ എന്റെ രക്തം കുടിക്കാൻ വന്നതാണോ? ആ കൊള്ളാലോ, നല്ല ധൈര്യം ഉണ്ടല്ലോ. ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടും എനിക്ക് പേടിയൊന്നും തോന്നുന്നില്ലേ? അതെന്താ, ഞാൻ പേടിക്കാനുള്ള വല്ല കാരണമുണ്ടോ? എന്തോ എനിക്ക് നിന്നോട് പേടിയല്ല തോന്നുന്നത്. അത് ശരിയാണ്, എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ സേവിച്ച് ജീവിക്കാനാണ് ഞാൻ വന്നത്. അത് അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, അല്ലാതെ എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്ന നിന്നെ ഇഷ്ടമല്ലെന്ന് പറയാൻ മാത്രം കഠിന ഹൃദയനൊന്നും അല്ല. പിന്നെ എനിക്ക് പക്ഷേ ഇനി എന്നെ വിട്ടുപോകരുത്. അല്ലല്ല, എന്താണ്ടോ രാത്രി യക്ഷി പിടിച്ച് തിന്നോ? എന്തൊക്കെ ആയിരുന്നു. വിളിച്ചാ വരും, വന്ന് രക്തം കുടിക്കും. മനുഷ്യനായ ഇത്രയും മണ്ടനാണ്. എന്തായാലും നിന്റെ അത്രയും മണ്ടനല്ല. ഓ, അപ്പൊ യക്ഷി ശരിക്കും വന്നു അല്ലേ? അല്ല, വന്നില്ലാന്ന് എന്താ ഇപ്പൊ എത്ര ഉറപ്പ്? എന്നിട്ടെന്താ നിന്റെ രക്തത്തിന്റെ സ്വാദം പിടിച്ചില്ലേ? അല്ല, കൂടെ താമസിക്കാമെന്നാണെങ്കിലും. ഓ ശരിക്കും? നിനക്കെന്താ ഒരു മാറ്റം? ഓ, നീ പറയുന്നത് ആളിവിടെ ഉണ്ടെന്നാണോ? ഓ ശരിക്കും? അപ്പൊ എനിക്കെന്താണോ കാണാൻ പറ്റാത്തത്? ഞാൻ പറഞ്ഞിട്ടാണല്ലോ നീ വിളിച്ചത്. എന്താ അത്ര ധൈര്യം ഉണ്ടോ കാണാൻ മാത്രം? ആഹാ, അത് ശരി, പേടിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ? വരിയില്ലെങ്കിലോ? അങ്ങനെയാണ് നീ എന്നെ തോട്ടോണ്ട് നോക്ക്. പക്ഷെ ഞാൻ പറഞ്ഞേ, അല്ല, എന്താ ശങ്കര കണ്ടിട്ട് ഒരു പരിചയമില്ലാത്ത മട്ട്? അല്ല, എപ്പോഴാ ഞാൻ രക്തം കുടിക്കാൻ വരണ്ടേ?
പക്ഷെ പിഴിഞ്ഞെടുത്താൽ പോലും ഒന്നും കിട്ടാനില്ലല്ലോ. ശങ്കരൻ പാവാണ്, അവനെ വെറുതെ പീഡിപ്പിക്കണ്ട. എന്നോട് ക്ഷമിക്കണം, എങ്ങനെയൊന്നും ചെയ്യരുത്. ശങ്കരൻ പേടിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാൻ കാരണം താനല്ലേ. പക്ഷെ കുറച്ചുകൂടി ഭക്ഷണമൊക്കെ കഴിക്കാം. ഏതെങ്കിലും ഒരു വേറെ യക്ഷി പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുടിക്കാൻ ഇച്ചിരി രക്തമൊക്കെ വേണ്ടേ? ശങ്കരൻ പൊക്കോളും, പേടിക്കൊന്നും വേണ്ട കേട്ടോ. നല്ല എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. വല്ലാതിരിക്കണുണ്ടല്ലോ. എന്താ കാര്യം? എന്തായാലും എന്നോട് പറയാമല്ലോ. അറിയൂ. അതോ, നിന്നോട് ഞാൻ എങ്ങനെയത് പറയാ? അച്ഛനും അമ്മയ്ക്കും നിന്നെ കുറിച്ച് അറിയില്ല എന്ന് അറിഞ്ഞൂടെ? അവരെനിക്ക് വേളിയാവനോനെ തുടങ്ങിയിരിക്കണു. ആ, അത് വേണ്ട കാര്യല്ലേ. അതിനെന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നിനക്കെങ്ങനെ എന്തിനാ പറയാൻ പറ്റുന്നത്? ഞാൻ വിചാരിച്ചത് നീ. ഓ, അത് ശരി. ഞാൻ പണങ്ങെന്ന് കരുതിയിട്ടാണോ? നോക്കൂ, യഥാർത്ഥ സ്നേഹം ഒരിക്കലും സ്വാർത്ഥതയല്ല. അങ്ങയുടെയും കുടുംബത്തിന്റെയും സന്തോഷമാണ് എന്നെയും സന്തോഷിപ്പിക്കുക. അതിന് സന്താനമൊന്നും വേണ്ടേ? എനിക്കോ അങ്ങേക്കൊരു പുത്രനെ തരാൻ സാധിക്കില്ല. അങ്ങൊരു വിവാഹം കഴിച്ചല്ലേ പറ്റൂ. അത് മാത്രമല്ല, പിന്നെന്താ? ആ മകൻ എനിക്കും മകനല്ലേ. മകനെ എന്ന് വിളിക്കാൻ എനിക്കും ഒരു ആഗ്രഹമല്ലേ. അത്യാഗ്രഹമാണെന്ന് എനിക്ക് അറിയാനിട്ടല്ല. അങ്ങനെയൊന്നും പറയല്ലേ. നിനക്ക് ഓർമ്മയുണ്ടോ? നാളെയാണ് ഉപനയനം. ഹോ, കാലം എത്ര വയ്യാതെ കടന്നു പോകുന്നില്ലേ? ഓർമ്മിക്കാതെ ഞാനും വരും. എന്താ പറഞ്ഞേ? ഉന്നത്തിന് ഞാനും വരും. നീ എന്തായി പറയുന്നത്? അങ്ങയുടെ ആദ്യത്തെ ഭാര്യ എന്ന നിലയിൽ ഞാനാണ് അവന്റെ ആദ്യത്തെ അമ്മ. എന്തു വെച്ചാ? ആദ്യത്തെ ഭിക്ഷയിടാനുള്ള അവകാശം എനിക്കാണ്. ഈശ്വരനിലേക്ക് ലയിക്കാൻ ഇത് കൂടുതൽ എന്താണ് എനിക്ക് വേണ്ടത്? ഇതിന് മറ്റാർക്കും തന്നെ അറിയില്ലല്ലോ. അതൊന്നും സാരമില്ല. അങ്ങനെ പറഞ്ഞ ഞാൻ വരും. ഞാൻ എന്താ ചെയ്യണ്ടേ? ശങ്കരൻ, നീ എവിടെയായിരുന്നു ഇതുവരെ? നീ നേരത്തെ എത്തേണ്ട ആളല്ലേ? ഇവിടെ എന്തൊക്കെ ഉണ്ടായെന്നറിയോ? അല്ല അടുത്തേ, ഗണപതിഹോമത്തിന് 2 തേങ്ങ കൂടെ വേണമെന്ന് പറഞ്ഞു. ഞാൻ അതെടുക്കാൻ പോയതാ. അതിനിടയിൽ ഇവിടെ എന്തൊക്കെ ഉണ്ടായത്? എന്താ പറ്റിയത്? അവരെന്താ അവിടെ കിടക്കണം? ഒന്നും പറയണ്ട. എന്തായിരുന്നു അവിടെ പേടിയെന്നറിയോ? ആരാ എവിടുന്നാന്നൊന്നും അറിയാത്ത ഒരു സ്ത്രീ. ആരും ക്ഷണിച്ചിട്ടൊന്നും വന്നൊന്നുമല്ല. അവര് തള്ളിക്കേറി ഇങ്ങോട്ട് വരിക. അല്ല, ഇനി വശംവെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ ആരും ഒരു വിരോധം പറയില്ല. പക്ഷെ അതൊന്നും അല്ലല്ലോ. വന്നങ്ങോട്ട് കേറിയിട്ട് ഈ കുട്ടിയുടെ അമ്മ ശരിക്കും ഞാനാണ്, അതുകൊണ്ട് ഭിക്ഷ ഞാനാണ് കൊടുക്കാൻ പോണത്, അതിന് അവകാശം എനിക്കാണ്. എന്തൊക്കെയോ അവര് പറഞ്ഞു കുട്ടിയെ പറയോ? ഒരു തള്ളി കയറി
ഭിക്ഷ കൊടുക്കാൻ അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ, പെണ്ണുങ്ങളെല്ലാം കൂടെ നേരെ തള്ളി പിടിച്ചാണ് പുറത്തായി. എവിടുന്ന് വന്നാണാവോ, എന്തുദ്ദേശിച്ചാണോ എനിക്കൊന്നും മനസ്സിലാവില്ല. കണ്ട നല്ല ഐശ്വര്യങ്ങളാണ്. ഈശ്വര, നീ എന്തൊക്കെയാ ഉണ്ടാവാൻ പോണത്. എന്റെ കൂട്ടുകാരൻ പാവാട്ടോ, അതിനെ ഒന്നും ചെയ്യരുത്. ശങ്കര, ഇതൊക്കെ എന്റെ ഒരു അഹങ്കാരത്തിന്റെ അത്യാഗ്രഹത്തിന്റെ ഫലമാണ്. ഞാൻ പേടിക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് എന്റെ കൂട്ടുകാരനെ അത്ര ഇഷ്ടല്ലേ? പിന്നെ ശങ്കരൻ എന്താ കരുതിയത്, എന്റെ കൂട്ടുകാരന്റെ രക്തം കുടിക്കാൻ വന്ന ആളവനെ ഞാനൊന്നോ? എന്റെ കർമ്മഫലം അല്ലാതെന്താ പറയാ. ഞാൻ ഇത്രയും അപമാനിതയായിട്ടില്ല. എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അതിപ്പോ ഞാൻ അങ്ങേ കുറ്റം പറയുന്നതല്ല. എനിക്കറിയാം അങ്ങ് നിസ്സഹായനാണെന്ന്. പക്ഷെ ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ അങ്ങയുടെ മുന്നിൽ വരില്ല. ഇതായിരിക്കും നമ്മളുടെ അവസാന ദിവസം. എനിക്ക് അകത്തേക്ക് വരാമോ? എനിക്കും കാണാൻ സാധിക്കുമോ? നിനക്ക് എന്നെ കുറിച്ച് അറിയാവുന്നോ? ഇത്രയും കൂടി നിനക്ക് അറിയാമായിരുന്നു ഇതിനെ കുറിച്ചൊക്കെ? ഇദ്ദേഹത്തെ പോലെ ഒരാൾ അത്യസാക്ഷിയായി വേളി കഴിച്ച എന്നോട് ഇത് മറച്ചു വയ്ക്കുന്ന എങ്ങനെ ഇരുതി? ഞങ്ങളുടെ വിവാഹത്തിന്റെ തലേന്ന് തന്നെ ഇദ്ദേഹം എല്ലാം എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ അരുതായി ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഞാൻ എങ്ങനെയാ നിന്റെ സ്ഥാനം കൈമാറണം എന്നൊക്കെ പറയാ? അത് ശരിയല്ലല്ലോ. അതൊരു സ്ഥാനം മാത്രമാണ്. അതുകൊണ്ട് അവൻ എന്റെ മകനല്ലാതാവോ? അങ്ങേ എനിക്ക് പകർച്ചു തന്ന ഈ മനസ്സിന് ഞാൻ ഇത്രയും ചെയ്യണ്ടേ? നീ പറയുന്നു എനിക്ക് ആദ്യ സ്ഥാനം തരുമെന്നാണോ? ഉണ്ണിയെ അകത്തു വരൂ, വന്ന് ഭിക്ഷ സ്വീകരിക്കൂ, നമസ്കരിക്കൂ. പൂർണ്ണമായും മനസ്സിലാകാതെ എന്നോട് ക്ഷമിക്കുക. ഇവരെ രണ്ടുപേരെയും നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എങ്ങോട്ട്? അതെ, എന്റെ ഇവിടുത്തെ സമയം കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഞാൻ ഇവിടേക്ക് ഉണ്ടാവും.